പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് അകത്തേക്ക് വന്നിട്ട് വർഷയോട് ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി വേദ ഇവിടെ ഉണ്ടായിരുന്നു? അപ്പോൾ വർഷ പറയാം, വേദയോ ഇവിടെയോ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ നിങ്ങളുടെ കൂടെ റൂമിലുണ്ടായിരുന്നല്ലോ. വേദ ഇപ്പോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുകയാണ്, ഇല്ല, അവള് പുറത്തു പോയിരിക്കുക. എങ്ങനെയാ പോയതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, ടാക്സി വിളിച്ചാ പോയത്. ശ്രീകാന്ത് ദേഷ്യത്തിൽ, പിന്നെ എന്തിനാ അവൾ കാറ് കഴുകിയത്? എന്തൊക്കെയുണ്ടല്ലോ ഈയിടെ അവളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? അപ്പോൾ വർഷ പറയാം, അതിന് അവൾ എന്നോട് മിണ്ടാറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാ മാറ്റം ഉണ്ടോ എന്ന് അറിയുന്നത്? അപ്പോൾ ശ്രീകാന്ത്, ദീപ്തി അവിടെ ഉണ്ടോ? എനിക്ക് ദീപ്തി ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ അവൾ മുറിക്ക് പുറത്തിറങ്ങാറേയില്ല, ആ മുറിക്കുള്ളിൽ തന്നെ ഉണ്ടെന്ന് വർഷ പറയുന്നു. ശ്രീകാന്ത് അങ്ങനെ ദീപ്തിയുടെ മുറിയിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ഇന്ന് രാവിലെ നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചതാ, പക്ഷെ അത് നടന്നില്ല, അത് ചീറ്റിപ്പോയി. ഇന്നലെ രാത്രി വേദ ഇവിടെ ഉണ്ടായിരുന്നോ? അവള് പുറത്തു പോകുന്നത് എങ്ങണം നീ കണ്ടായിരുന്നോ? അപ്പോൾ ദീപ്തി, ഇല്ല ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു രാത്രി 1:30 ആയപ്പോൾ ആരോ ഇതുവഴി നടക്കുന്ന പോലെ സൗണ്ട് കേട്ടു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ശ്രീകാന്ത് പറയാണ്, ഇന്നലെ രാത്രിയോടെ അവന്റെ കഥ കഴിഞ്ഞേനെ. വാസവന്റെ കയ്യിൽ ചെന്ന് പെട്ടതാവൻ, പക്ഷേ ആരോ അവനെ രക്ഷിച്ചുകൊണ്ട് പോയി. ഇല്ലെങ്കിൽ നിനക്കിന്നൊരു സന്തോഷ വാർത്തയായിട്ടായിരിക്കും ഞാൻ വന്നേനെ. ഞാൻ നീയും വരുണും തമ്മിലുള്ള വിവാഹത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഒരിക്കലും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് കൊന്നുകളയല്ല ചെയ്തത്. അപ്പോൾ ദീപ്തി പറയുകയാണ്, ചേച്ചി പറയുന്നത് വിക്രമേട്ടൻ നിരപരാധിയാണെന്നാ. അപ്പോ ദേഷ്യത്തിൽ ശ്രീകാന്ത് പറയാണ്, നിരപരാധിയോ? അവനൊരു ബോൺ ക്രിമിനലാണ്. 1 വർഷം നിന്റെ ചേച്ചി അവന്റെ കൂടെ ജീവിച്ച് അവക്കും ഇപ്പൊ ആ ക്രിമിനൽ സ്വഭാവമൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് നീ കേൾക്ക്. ഇത് വിക്രം പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമാണ്. ഇതിനു മുൻപും ആശുപത്രിയിൽ വെച്ച് വരുണിനെ അവൻ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അന്നും അത് നടന്നില്ല. ഇപ്പോ ഈ ഇലക്ഷന്റെ ഇടയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവൻ വരുണിനെ തീർത്തു. അതാ സംഭവിച്ചത്. എന്തായാലും വാസവൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അവന്റെ കഥ ഉടനെ തന്നെ തീരും. പിന്നെ ഈ ക്രിമിനലിനെ സംരക്ഷിക്കാൻ നോക്കുന്നതേ നിന്റെ സ്വന്തം ചേച്ചിയാണെന്ന് നീ എപ്പോഴും ഓർക്കണം. എന്തായാലും നിന്റെ കണ്ണീരിനും എല്ലാം അവൻ കണക്ക് പറയേണ്ടി വരും. നീ അത് ആലോചിച്ചോ? നിന്റെ സ്വന്തം ചേച്ചിയാണ് ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നതെന്ന് നീ എപ്പോഴും ചിന്തിക്കണം. അവൾക്ക് നിന്നോട് ഒരു സ്നേഹവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നു. വരുണ് മരിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ദീപ്തി. അങ്ങനെ ശ്രീകാന്ത് നേരെ അമ്മായിച്ചിനെ കാണാനായിട്ട് ചെല്ലുന്നു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് എന്തോ സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാം പ്ലാനും ചീറ്റിപ്പോയി. അപ്പോൾ അമ്മായിച്ചൻ പറയാണ്, നീ അത് പ്ലാൻ ചെയ്തപ്പോഴേ എനിക്ക് തോന്നി ഇത് ചീറ്റിപ്പോവെന്ന്. എന്താണ് സംഭവിച്ചത്? വാസവൻ അവനെ കൊന്നില്ലേ? അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, വാസവൻ അവനെ വെടിവെച്ചത് തന്നെയാ. പക്ഷേ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒരു വഴിയഴിയിൽ വരെ അവൻ ഇഴഞ്ഞു പോകുന്നതിൻ്റെ ഒരു ലക്ഷണമുണ്ട്. ബ്ലഡ് സ്റ്റെയിൻ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ റോഡിലെത്തിയപ്പോൾ അത് കാണുന്നില്ല. അവിടെ ഒരു വണ്ടിയുടെ ടയറിന്റെ മാർക്കും ഉണ്ട്. അതിനർത്ഥം ഏതോ ഒരു വണ്ടിയിൽ കയറി അവൻ രക്ഷപ്പെട്ടെന്നല്ലേ? അവനെ ആരെയോ വിളിച്ചു വരുത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എനിക്ക് തോന്നുന്നത് അത് വേദയായിരിക്കുമെന്നാ. കാരണം ഇന്ന് രാവിലെ അവളെ കാറ് കഴുകുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ള രീതിയിൽ ധാർഷ്ട്യമായിട്ടാണ് അവൾ സംസാരിച്ചത്. പിന്നെ അവള് കാറിന്റെ പുറത്ത് മാത്രമല്ല അകത്ത് ബാക്ക് സീറ്റും കഴുകി. അതിനർത്ഥം വിക്രമിനെ അതിൽ കൊണ്ടുപോയതിൻ്റെ ബ്ലഡ് സ്റ്റെയിൻ എല്ലാം അവൾ കഴുകി കളഞ്ഞെന്നല്ലേ? ഞാൻ അകത്തേക്ക് നോക്കുമ്പോൾ അവൾ എന്തോ മറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. അതിനർത്ഥം അവൾ തന്നെ ഇന്നലെ രാത്രി വിക്രമിനെ രക്ഷിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയത്. എവിടെ കൊണ്ടുപോയെന്നാ അറിയേണ്ടത്. അതായിരിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അമ്മായിച്ചൻ പറയാം, ഇതൊക്കെ ഞാനാണോടാ കണ്ടുപിടിക്കേണ്ടത്? നിനക്ക് അപ്പോൾ തന്നെ നോക്കിക്കൂടായിരുന്നു അതിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടോയെന്നും വിക്രമിനെ എങ്ങോട്ടാ കൊണ്ടുപോയെന്നും? എന്തായാലും അവള് നമ്മുടെ മുന്നിൽ തന്നെ ആയിരിക്കും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരിടത്ത്. അത് എവിടെയാണെന്ന് നീ കണ്ടുപിടിക്കണം. നീ എപ്പോഴും നിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും വേദയുടെ മുകളിൽ ഉണ്ടായിരിക്കണം. നീ മനസ്സിൽ കാണുമ്പോൾ അവള് മാനത്ത് കാണും. നീ ഇന്നലെ സംസാരിച്ചതെല്ലാം അവൾ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നീ പറഞ്ഞതുപോലെ വാസവനെ പിന്തുടർന്ന് ചെന്ന് വിക്രമിനെ രക്ഷിച്ചതും അവൾ തന്നെയായിരിക്കും. അവൾ എന്തായാലും അവനെ ഒളിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ മുന്നിൽ തന്നെയായിരിക്കും. നിന്റെ കണ്ണ് എപ്പോഴും അവളുടെ മേളിലുണ്ടായിരിക്കണം. അവൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ അത് നീ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അവനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. അല്ലെങ്കിൽ ഇത് ദോഷമായിട്ട് ഭവിക്കാൻ പോകുന്നത് നമുക്ക് തന്നെയായിരിക്കും. അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മൾ കരുതിയിരിക്കണം. അടുത്തതായിട്ട് കാണിക്കുന്നത് രാവിലെ തന്നെ അച്ഛൻ പത്രം വായിക്കുമ്പോൾ വിനായകനെ ശല്യപ്പെടുത്താനായിട്ട് പത്രത്തിൽ വിക്രമിൻ്റെ വല്ല ഫോട്ടോ ഉണ്ടോ എന്നിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എന്താ വിക്രമിനെ പറ്റി അറിഞ്ഞിട്ട് വേണമായിരിക്കും അവനെ ഒറ്റിക്കൊടുക്കാൻ. വിനായകൻ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുകയാണ്, സ്വന്തം തന്തെ ഒറ്റിക്കൊടുത്തവനല്ലേ, പിന്നല്ലേ സഹോദരൻ, നീ കൂടുതലൊന്നും സംസാരിക്കരുത്. ഈ സമയം ശ്രീജ അവിടേക്ക് വന്ന് അച്ഛന് ചായ കൊടുക്കുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എവിടെ? അമ്മ അമ്പലത്തിൽ പോയിരിക്കുക, വിക്രമിന്റെ എല്ലാ ദോഷങ്ങളും മാറാൻ പൂജ ചെയ്യാൻ പോയിരിക്കുക. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, അവളുടെ മനസ്സൊന്ന് ശാന്തമാവുമല്ലോ. ഈ സമയം അവിടേക്ക് വാസവൻ വരികയാണ്. പുറത്ത് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന നന്ദിനി ഇത് കണ്ടിട്ട് പെട്ടെന്ന് അകത്തേക്ക് ചെന്നിട്ട്, അച്ഛ ദേ ആ
വാസവൻ പിന്നെയും വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വരുമ്പോൾ വാസവനോട് മാഷ് പറയുകയാണ്, അവനിവിടെ വന്നിട്ടില്ല. നിങ്ങൾ ഇന്നലെയല്ലേ വന്ന് നോക്കിയിട്ട് പോയത്, പിന്നെ അവൻ എങ്ങനെയാ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരുന്നത്? അവൻ ഇവിടെ ഇല്ല, ഞാൻ സത്യമാണ് പറയുന്നത്, അവൻ ഇവിടെ വന്നിട്ടില്ല, അവനെക്കുറിച്ച് ഞങ്ങൾക്കൊരു യാതൊരു അറിവുമില്ല എന്ന് പറയുമ്പോൾ വാസവൻ പറയാണ്, കയറി നോക്കടാ, അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ, ഞങ്ങൾ വന്ന് നോക്കിയിട്ട് 2 ദിവസം ആയല്ലോ, ഇനിയിപ്പോൾ അവൻ ഇതിനുള്ളിൽ തന്നെ ഉണ്ടെങ്കിലോ, അവനെ നോക്കാൻ ഇനി ഒരിടം പോലും ബാക്കിയില്ല, അതിനർത്ഥം അവൻ ഇവിടെ എവിടെയോ ഉണ്ട് എന്നാ. അങ്ങനെ ഗുണ്ടകളെല്ലാം അകത്തേക്ക് കയറുമ്പോൾ മാഷും വിനായകനും എല്ലാവരും ചേർന്ന് അവനെ പിടിച്ച് തെള്ളാൻ നോക്കുന്നു. അപ്പം മാഷ് പറയുകയാണ്, നിങ്ങളോട് സത്യമാണ് ഞാൻ പറയുന്നത്, അവനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പോൾ വാസവൻ പറയാണ്, ഇനി അവനെ പുറത്തു കൊണ്ടുവരാൻ ഒരു വഴിയേ ഉള്ളൂ, നിങ്ങളെല്ലാം ഉപദ്രവിച്ചാലേ അവൻ എന്തായാലും പുറത്തു വരാതിരിക്കില്ലല്ലോ, അതിന് പകരം വീട്ടാനായിട്ട് അവൻ പുറത്തു വന്നിരിക്കും. അങ്ങനെ എല്ലാവർക്കും ഉള്ള പണി ഞാൻ തരാമെന്ന് പറയുമ്പോൾ ശ്രീജ പറയുകയാണ്, അച്ഛനെ ഒന്നും ചെയ്യരുത്, വെറുതെ വിട്. അപ്പോൾ വാസവൻ പറയാം, എങ്കിൽ പിന്നെ നിന്നെ പിടിക്കാം. അങ്ങനെ ശ്രീജയെ കയറി പിടിക്കുമ്പോൾ മാഷ് അവിടെ കിടന്ന് ബഹളം വെച്ച്, തെമ്മാടി ഇറങ്ങ് ഈ വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മാഷിനെ പിടിച്ച് തെള്ളിയിടുകയാണ് വാസവൻ. അങ്ങനെ ഈ സമയം അമ്മ അകത്തേക്ക് കയറി വരുന്നു. അങ്ങനെ ഗുണ്ടകളെല്ലാം അവിടെ എല്ലാം സെർച്ച് ചെയ്തിട്ട് വന്നിട്ട് പറയാണ്, ഇവിടെ ഒന്നും അവനില്ല, എല്ലാ മുറിയിലും നല്ലപോലെ പണി കൊടുത്തേരെ എന്ന് പറയുന്നു. അങ്ങനെ വാസവൻ അമ്മയോട് ചോദിക്കുക, അല്ല നിങ്ങളിതെവിടെ പോയി? മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും അല്ലേ? അപ്പോൾ മാഷ് പറയുന്നുണ്ട്, അവളെ ഒന്നും ചെയ്യരുത്. ഇത് കേട്ടിട്ട് വാസവൻ പറയാം, ഒന്നും ചെയ്യില്ല, ഈ സ്ത്രീകളെ ഞാൻ ഉപദ്രവിക്കില്ല, അവസാനത്തെ കൈയായിട്ടെ അവരെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മകൻ വിളിക്കുമ്പോൾ പറയണം ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം, അങ്ങനെ അവൻ പുറത്തു വരണം, എന്നെ കാണാൻ വരണം, അവനെ ഞാൻ തീർത്ത് കളയും. എൻ്റെ വീട്ടിലെ സമാധാനം ഇല്ലാതാക്കിയവൻ അവൻ, എൻ്റെ മകനെ ഇല്ലാതാക്കിയവൻ, അവനെ ഞാൻ അങ്ങനെ വെച്ചേക്കില്ല. നിങ്ങളൊക്കെ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും അതിനൊരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല, അവനെ ഞാൻ കൊന്നിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ആ പ്രസാദം എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വാസന അവിടെ നിന്ന് പോകുമ്പോൾ പറയുകയാണ്, എൻ്റെ കെണിയിൽ പെട്ടിട്ടുള്ള ആരും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല, അവനെ ഞാൻ കൊന്നിരിക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ആകെ സങ്കടം വന്ന് സഹിക്കാനാവാതെ അമ്മ തല കറങ്ങി വീഴുകയാണ്. അങ്ങനെ ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. അടുത്ത അടിപൊളി പ്രൊമോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. താങ്ക്